ചുടുചോര ചിന്തിയ മണ്ണിൽ ഇരുട്ടിന്റെ കഥകൾ നിറഞ്ഞുള്ള പാരിൽ ഗസലായാദ്യമോരാദ്യം നരൻ തന്റെ കഥ പാരിനെ കുവാനേറ്റം വ്യതിചലിച്ചും ചിലർ മതിഭ്രമിച്ചും പല ചരിതത്തിൽ അപമാനക്കരി പുരട്ടി തേൻകോട് വെട്ടി മരത്തെ കടിക്കുന്ന അപരിഷ്കൃതം വാണിക്കൊടി പറത്തി ചുടുചോര ചിന്തിയ മണ്ണിൽ ഇരുട്ടിന്റെ കഥകൾ നിറഞ്ഞുള്ള പാരിൽ ഗസലായാദ്യമോരാദ്യം നരൻ തന്റെ കഥ പാരിനെ കുവാനേറ്റം വ്യതിചലിച്ചും ചിലർ മതിഭ്രമിച്ചും പല ചരിതത്തിൽ അപമാനക്കരി പുരട്ടി തേൻകോട് വെട്ടി മരത്തെ കടിക്കുന്ന അപരിഷ്കൃതം വാണിക്കൊടി പറത്തി هديت قلبي شكرا نورت ضربي شكرا هديت قلبي شكرا نورت ضربي മത സാമൂഹ്യ സൗഹൃദം ശക്തിപ്പെടുത്താൻ SYS നടത്തുന്ന മാനവ സഞ്ചാര യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹക്കീം അസ്കരി തത്സമയം ചേരുകയാണിപ്പോൾ. ദീപക് തർമ്മടം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, പറയൂ. SKN മാനവ സഞ്ചാരം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. ഈ ഘട്ടത്തിലാണ് ഡോക്ടർ ഹക്കീം അസ്കരി നമ്മളോടൊപ്പം ചേരുന്നത്. ഹക്കീം ഉസ്താദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും നീണ്ട യാത്ര, വ്യത്യസ്തമായൊരു യാത്ര, ഈ യാത്ര നൽകുന്ന സന്ദേശത്തെക്കുറിച്ചാണ് ആദ്യത്തെ ചോദ്യം. ഈ മാനവ സഞ്ചാരം എന്ന പേരിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. മാനവ ഐക്യമാണ്, മാനവ സാഹോദര്യമാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം. ഈ ഒരു മാസത്തോളം നീണ്ട, നമുക്ക് നടന്നുകൊണ്ട് സഞ്ചാരമാണല്ലോ, സഞ്ചരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ഈ യാത്രക്കിടയിലെ അനുഭവം, കാരണം ഞാൻ ഇതിൽ വ്യത്യസ്തമായി തോന്നിയത് കയർ തൊഴിലാളികളെ അങ്ങ് കണ്ടു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ശാന്തിഗിരി ആശ്രമത്തിൽ അങ്ങ് പോയി. അപ്പോൾ ഈ യാത്രയിലെ അനുഭവം എങ്ങനെയാണ്? ഈ യാത്രയിൽ അടിത്തട്ട് ജനതയാണ് പ്രധാനമായും കാണുക എന്ന് ലക്ഷ്യം വെച്ചത്. പാലക്കാട്ടെ നെൽവയലിലെ കർഷകരെ കണ്ടു. അതുപോലെ തന്നെ തേയിലത്തോട്ടത്തിലും കാപ്പി കൃഷി ചെയ്യുന്നവരെയും കണ്ടു. അടിമാലിയിലെ തമിഴ് സെറ്റിൽമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അവിടെ കേൾക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ആർക്കായാലും പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അതിലേറ്റവും പ്രധാനമായിട്ട് യുവജന രാഷ്ട്രീയ നേതാക്കളെ കണ്ടപ്പോൾ അവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഈ എല്ലാ ദിവസവും കാലത്ത് യുവജനങ്ങളുമായും രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ളൊരു സംവാദം നടക്കുന്നുണ്ട്. അതിലെ ഒരു ആകത്തുക എന്താണ്? എന്താ ഉസ്താദിന് പുതുതായിട്ട്, കാരണം അങ്ങാണെങ്കിൽ ഈ പുതിയ തലമുറയുടെ പ്രതിനിധി കൂടിയാണല്ലോ. യുവസമൂഹം അരാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളൊരാശയാണ് എല്ലാവരും ഉന്നയിച്ചൊരു വിഷയം. അതിലൂടെ മയക്കുമരുന്നിലേക്ക് പോകുന്നു. ഇതുപോലുള്ള എല്ലാവരും സാമൂഹ്യ തിന്മയാണെന്ന് അംഗീകരിക്കുന്ന കാര്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ എല്ലാവരും ഒന്നിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളൊരാശയാണ് പ്രധാനമായി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഈ സാധാരണ നമ്മുടെ ഇസ്ലാം മത പണ്ഡിതർ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കാന്തപുര ഉസ്താദിനെ പോലും നോക്കിയാൽ ഇത്തരം ഒരു ഇന്നോവേറ്റീവായ യാത്ര നമ്മൾ കണ്ടിട്ടില്ല. ഈ ആശയം എങ്ങനെയാണ് അങ്ങേക്ക് തോന്നിയത്? കാരണം ഈ നെൽവയലിലേക്ക് പോകുന്നു, കാപ്പിത്തോട്ടത്തിലേക്ക് പോകുന്നു, ഈ ഒരു ആശയം എങ്ങനെയാണ് രൂപപ്പെട്ടത്? അല്ല, ഇത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ശേഷം വന്നിട്ടുള്ള നായകരെല്ലാം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആവശ്യമായി വരുന്ന സമയത്താണ് അതിലേക്ക് കടക്കുന്നത്. സമീപകാലത്ത് ഇല്ലാത്തൊരു കാര്യം ആണ് പുനരാവിഷ്കരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ സമസ്തയിലെ പ്രത്യേകിച്ച് സുന്നി ഐക്യം എന്നുള്ളത് ഒരു പ്രധാന വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നൊരു ഘട്ടമാണ്. കാരണം താങ്കൾ ഐക്യത്തിന് വേണ്ടിയാണ്, മാനവികത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ യാത്ര. ഈ വേളയിൽ എന്താണ് ഇതിനെക്കുറിച്ച്? സുന്നി ഐക്യമാണല്ലോ നമ്മുടെ പ്രധാന ഫോക്കസ്. ഞാൻ അന്ന് പറഞ്ഞു, സുന്നികൾ ഐക്യപ്പെട്ടിട്ടുണ്ട്, മാനസികമായ ഐക്യത്തിലാണ്. ഇനി ഒന്നിച്ചിരിക്കാൻ വലിയൊരവസരം ചിലർ പാഴാക്കി കളഞ്ഞു. അതിനിയും അവസരമുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അതിനുവേണ്ടി ഒരു മുൻകൈയെടുക്കൽ അങ്ങയുടെ ഭാഗത്തുനിന്നും അതുപോലെ കാന്തപുര ഉസ്താദിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്ന ഉസ്താദിന് രോഗം വന്നൊരു സമയം, ഒരു പുനർജന്മം പോലെയാണ് ഉസ്താദിന്റെ ഈ വരവുണ്ടായത്. ആ ഒരു സമയത്ത് എല്ലാവരും വന്ന് കണ്ടു. അതൊരു വലിയ മാറ്റമായി. അത് തുടർന്ന് വരികയും ചെയ്യുന്നുണ്ട്. ചിലര് വരാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നു, ഇടക്കിടക്ക് കാണുമ്പോൾ പറയും അവർക്ക് വരാൻ എന്തോ ഒരു തടസ്സമുണ്ട്.
വരിക എന്നാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു രോഗിയെ വന്ന് കാണുമ്പോൾ അതിന്റെ പേരിൽ ആരെയും ആക്ഷേപിക്കൂലല്ലോ. ഈ മുസ്ലിം ലീഗിന്റെ ഇടപെടൽ, പ്രത്യേകിച്ചും ഈ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തരുതെന്ന് പലപ്പോഴും കാന്തപുരസാദ് പറയാറുണ്ട്. ഈ ലീഗിന്റെ ഇടപെടലും ഈ മതത്തിൽ രാഷ്ട്രീയം ഇടപെടുന്നു, പ്രത്യേകിച്ച് ഇപ്പം സമസ്തയിൽ തന്നെ വലിയ വിഷയങ്ങൾ നിൽക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? EK വിഭാഗത്തിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. എല്ലാവരും ഒന്നുകൂടെ യോജിച്ച് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലൂടെ നീങ്ങുകയും മതകാര്യങ്ങൾ മതപണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ സംഘർഷങ്ങളില്ലാത്ത ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ കാരണമാവുക എന്നാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, താങ്ക് യു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. SKN സുന്നി ഐക്യം, ഒപ്പം തന്നെ മതകാര്യത്തിൽ രാഷ്ട്രീയം ഇടപെടരുത്, മതപണ്ഡിതരെ മതകാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഹക്കീം ഉസ്താദ് വ്യക്തമാക്കുന്നത്. SKN തീർച്ചയായും. അപ്പോ SKN വളരെയേറെ നന്ദിയുണ്ട്. വളരെ തിരക്കിനിടയിലും ഞാൻ എത്താൻ താമസിച്ചുവെങ്കിലും അത്രയും സമയം കാത്തിരുന്ന് പ്രേക്ഷകർക്ക് ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളിലും 24 ചാനൽ വളരെ നല്ല സംരക്ഷണം നടത്തിയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകമായി എന്നെ കാത്തിരുന്നതിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മാനവസഞ്ചാരം തുടങ്ങുകയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാ അർത്ഥത്തിലും തുടങ്ങട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. ചുടുചോര ചിന്തിയ മണ്ണിത്തിരുട്ടിന്റെ കഥകൾ നിറഞ്ഞുള്ള പാരി ഗസലായാദ്യമോരാദ്യം നരൻ തന്റെ കഥ പാരിനെ കുവാനേറ്റം വ്യതിചലിച്ചും ചിലർ മതിഭ്രമിച്ചും പല ചരിതത്തിൽ അപമാനക്കരി പുരട്ടി തേൻകോട് വെട്ടി മരത്തെ കടിക്കുന്ന അപരിഷ്കൃതം വാണിക്കൊടി പറത്തി നമ്മളൊന്നു തന്നെ هديت قلبي شكرا نورت ضربي شكرا بلغ اللولا بكمالي كشف الدجى بجمالي حسنت جميع خصالي صلوا عليه وآله بلغ اللولا بكمالي وكمال حسن حضور റഹിമൂൻ യർഹമുഹുർ റഹ്മാനു തബാറക വതആല ഇർഹമു മൻ ഫിൽ അർദ്. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക, എങ്കിൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും. ഭൂമിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ബാക്കിയാകുമ്പോൾ മാത്രമാണ് ഇവിടെ ശാന്തിയും സമാധാനവും സംരക്ഷണവും എല്ലാം ഉണ്ടാകുന്നത്. UN ഡാറ്റ പ്രകാരം ഗാസ അതിന്റെ സാമ്പത്തിക പ്രതാപം വീണ്ടെടുക്കണമെങ്കിൽ 350 വർഷമെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 10 മാസങ്ങളിലായി ഓരോ ദിവസവും 130 മനുഷ്യരാണ് അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് മനുഷ്യപ്പറ്റുള്ളവർക്ക് എങ്ങനെയാണ് നോക്കി നിൽക്കാൻ സാധിക്കുക? അതിനെ നിസ്സാരമായി കാണാൻ എങ്ങനെയാണ് സാധിക്കുക? ഇന്ന് അതൊന്നും വാർത്തയല്ലാതായി മാറുകയാണ്. ബോംബൊന്നു വർഷിക്കപ്പെട്ടു, 100 ആൾ മരിച്ചു വീണു, 500 ആളുകൾക്ക് മുറിവ് പറ്റി, 1000 കോടിയുടെ സ്വത്ത് നശിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് അടുത്ത പേജ് മറിച്ചിടുകയെന്നല്ലാതെ ആ ഒരു വാർത്ത നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന,
ചിന്തിപ്പിക്കുന്ന, പരിഹാരത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കണമെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥ കാണുന്നില്ല എന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ചുടുചോര ചിന്തിയ മണ്ണിൽ ഇരുട്ടിന്റെ കഥകൾ നിറഞ്ഞുള്ള പാരി നസലായാദ്യമോരാദ്യം നരൻ തന്റെ കഥ പാരിനെ കുവാനേറ്റം വ്യതിചലിച്ചും ചിലർ മതിഭ്രമിച്ചും പല ചരിതത്തിൽ അപമാനക്കരി പുരട്ടി തേൻകോട് വെട്ടി മരത്തെ കടിക്കുന്ന അപരിഷ്കൃതം വാണിക്കൊടി പറത്തി. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. City Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ശ്രമിക്കുന്നതും ഒന്നു തന്നെ, നമ്മളൊന്നു തന്നെ, ഒന്നു തന്നെ, നമ്മളൊന്നു തന്നെ. ചുടുചോര ചിന്തിയ മണ്ണിൽ ഇരുട്ടിന്റെ കഥകൾ നിറഞ്ഞുള്ള പാരി നസലായാദ്യമോരാദ്യം നരൻ തന്റെ കഥ പാരിനെ കുവാനേറ്റം വ്യതിചലിച്ചും ചിലർ മതിഭ്രമിച്ചും പല ചരിതത്തിൽ അപമാനക്കരി പുരട്ടി തേൻകോട് വെട്ടി മരത്തെ കടിക്കുന്ന അപരിഷ്കൃതം വാണിക്കൊടി പറത്തി. കുരുതികൾ പെരുകുന്ന സന്ധ്യയിൽ ഇങ്ങനെ കൂടിയിരിക്കലി നാ
നാടിന്നു കവിത. കൂരിരുൾ കാട്ടിൽ വെറുപ്പുരുൾ പൊട്ടിയാൽ കൈകോർത്ത് ചേരുമീ മണ്ണിന്റെ ജനത. മണ്ണിനെ പുണരുവാൻ വെമ്പുന്ന നക്ഷത്രമുത്തുകൾ പറയുന്നതും കണ്ണിന്റെ കോണിൽ പതിഞ്ഞുള്ള കാലങ്ങൾ പാടാൻ ശ്രമിക്കുന്നതും ഒന്നു തന്നെ, നമ്മളൊന്നു തന്നെ, ഒന്നു തന്നെ, നമ്മളൊന്നു തന്നെ.